ഇടുക്കിയിലെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ മൂന്നാമതും അംഗത്തിനിറങ്ങാൻ CPIM നേതാവ് M. M. മണി കച്ചമുറുകുന്നു. 2 ടേം നിബന്ധനയിൽ M. M. മണിക്ക് ഇളവ് ലഭിക്കാൻ സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടിയെ മറികടക്കാൻ M. M. മണി തന്നെ മത്സരിക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടിക്കാർക്കിടയിലെ ആവേശം. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. രാഹുൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും M. M. മണി മത്സരിക്കുന്നില്ല എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുമ്പോഴാണ് അദ്ദേഹം മത്സരിച്ചേ പറ്റൂ എന്ന രീതിയിൽ CPM പ്രവർത്തകർ അണിനിരക്കുന്നത്. അത് തീരുമാനമെടുത്തു കഴിഞ്ഞോ പാർട്ടി? ഗുഡ് മോർണിംഗ്. എസ് കെ എൻ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം M. M. മണി തന്നെ ഉടുമ്പൻചോലയിൽ മത്സരിച്ചാൽ മതി എന്നുള്ളതാണ്. വിജയസാധ്യത കണക്കിലെടുത്താണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആവശ്യം സംസ്ഥാന നേതൃത്വത്തെ ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്യും. ഉടൻ തന്നെ അതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ M. M. മണി മത്സരിച്ചേക്കില്ല, മാറി നിൽക്കും, ആരോഗ്യ കാരണങ്ങളാൽ M. M. മണി ഇനി മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല, പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകില്ല എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു. മാത്രമല്ല M. M. മണിയുടെ മകൾ മത്സരിക്കും എന്ന തരത്തിലുള്ള പ്രചരണവും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും വാസ്തവ വിരുദ്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു പത്രക്കുറിപ്പ് തന്നെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. M. M. മണി ആരോഗ്യവാനായിട്ടിരിക്കുകയാണ്. ദിവസേന 15-ലധികം പരിപാടികളിലും M. M. മണി മത്സരിക്കുന്നുണ്ട് എന്ന തരത്തിലൊരു വിശദീകരണ കുറിപ്പ് CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് M. M. മണി തന്നെ ഉടുമ്പൻചോലയിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിലും ഏറെക്കുറെ ഒരു തീരുമാനമായതായി നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതായത് M. M. മണി ഉടുമ്പൻചോലയിൽ മത്സരിക്കുകയാണെങ്കിൽ പീരുമേട്, ദേവികുളം, ഇടുക്കി ഹൈറേഞ്ചിലെ ഈ 4 മണ്ഡലങ്ങളിലും അത് ഗുണകരമാകും LDF-ന് എന്നുള്ളതാണ് CPIM ഒരു വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് M. M. മണി ഉടുമ്പൻചോലയിൽ തന്നെ വീണ്ടും ജനവിധി തേടട്ടെ എന്നൊരു തീരുമാനം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി ടേം വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കണം. നിലവിൽ 2 തവണ ഉടുമ്പൻചോലയിൽ നിന്ന് തന്നെ മത്സരിച്ച് MLA ആയ ആളാണ് M. M. മണി. അതുകൊണ്ട് തന്നെ ടേം വ്യവസ്ഥ നിലനിൽക്കുകയാണ് CPIM-ൽ. ഇതിലൊരു ഇളവ് ലഭിക്കും M. M. മണിക്ക് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ M. M. മണി നടത്തുകയും ചെയ്യുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പരിപാടികളാണ് ഈ ഘട്ടത്തിൽ M. M. മണി അവിടെ നടത്തുകയും ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി CPIM-ന് ഇടുക്കിയിൽ നേരിടേണ്ടി വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു മുഖം, പ്രത്യേകിച്ച് M. M. മണിയെ പോലുള്ള ഒരു മുഖം തന്നെ ഇടുക്കിയിൽ CPIM-നെ തെരഞ്ഞെടുപ്പിൽ നയിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് CPM നേതാക്കളെ, LDF-ലെ ആളുകളെയും ചില ആളുകളെയും അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ജില്ലയിലെ മറ്റ് ഡിവിഷനിലൊക്കെ വലിയ തിരിച്ചടി നേരിട്ടപ്പോഴും ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നെടുങ്കണ്ടം, ദേവികുളം, ഉടുമ്പൻചോല ഈ ഡിവിഷനുകളിൽ വിജയിക്കാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് CPIM-ന് LDF-ന് കഴിഞ്ഞിരുന്നു. ഇത് തന്നെയാണ് M. M. മണിക്കുണ്ടായ ഒരു സ്വീകാര്യത എത്രത്തോളമാണ് എന്ന് വീണ്ടും ചിന്തിക്കാൻ CPIM-നെ പ്രേരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് M. M. മണി തന്നെ വീണ്ടും മത്സരിക്കട്ടെ, മണിയാശാൻ തന്നെ ഇടുക്കിയിൽ മത്സരിക്കട്ടെ, ഉടുമ്പൻചോലയിൽ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഇടുക്കിയിലെ പാർട്ടി പോയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.